ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഫ്ലവർ ഹെയർ ടൈ എങ്ങനെയാണ് ക്രോഷേ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ബ്രൗൺ കളർ അക്രിലിക് യാണാണ്. തിക്നെസ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചുള്ള ബാൻഡ് നമുക്ക് ചൂസ് ചെയ്യാം. 2.5 mm തിക്നെസ് ഉള്ള ഹുക്കും 2 mm തിക്നെസ് ഉള്ള ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അക്രിലിക് യാൺ ആയതുകൊണ്ട് 5 mm ഹുക്ക് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ചെറിയ ഹുക്കാണ് എടുത്തിരിക്കുന്നത് മാത്രം. ഫില്ലിങ്ങിനായി പോളിസ്റ്റർ ഫൈബറും പെറ്റൽസ് കൊടുക്കാനായി യെല്ലോ കളർ യാണും യൂസ് ചെയ്യാം. ഇത് ഞാനൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത വർക്കാണ്. ഈ കളർ കോമ്പിനേഷനിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ ഗ്രീൻ കളർ യാൺ എടുത്ത് ഒരു മാജിക് സർക്കിൾ ഇടുക. അതിനകത്ത് 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. സൺഫ്ലവറിൻ്റെ സെപ്പിൾസ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, അതായത് ബാക്ക് സൈഡ് സ്റ്റെമ്മിനോട് അറ്റാച്ച് ആയിട്ടുള്ള ആ പോർഷൻ. അതിനുശേഷം യാൺ വലിച്ച് ടൈറ്റ് ചെയ്ത് ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ ഓരോ സ്റ്റിച്ചിനകത്തും 2 സിംഗിൾ ക്രോഷേ വെച്ച്, അതായത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. 12 സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടി വരും. ഞാൻ ഇടയ്ക്ക് ഹുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ചില സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് ചെറിയ സൈസ് ഹുക്കാണ് കുറച്ചുകൂടി കംഫർട്ട്, അതുകൊണ്ടാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ വലിയ സൈസ് ഹുക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. 3 3.5 4 4.5 അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും നല്ലത്. സെക്കൻഡ് റൗണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യുക. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് തേർഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബാൻഡ് വെച്ച് കൊടുക്കുക. തേർഡ് റൗണ്ട് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആ ഒരു പാറ്റേൺ ആയിരിക്കും. ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് ബാൻഡും കൂടി കടത്തി വേണം ഇതുപോലെ സിംഗിൾ ക്രോഷേ ചെയ്ത്. നെക്സ്റ്റ് സ്റ്റിച്ചിനകത്ത് ഇൻക്രീസ് കൊടുക്കുക, അതായത് 2 സിംഗിൾ ക്രോഷേ. ഇനിയുള്ള 6 സ്റ്റിച്ചിൽ ഇതുപോലെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ബാൻഡ് കണക്ട് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും കണക്ട് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതായത് ഇനിയുള്ള സ്റ്റിച്ച് ബാൻഡ് കണക്ട് ചെയ്ത് ഇതുപോലെ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ഞാൻ ചെയ്യുന്നത്, ഇതുപോലെ. ഇനി ആ റൗണ്ട് ഫുള്ള് നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറഞ്ഞ പാറ്റേണിൽ ചെയ്തെടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ചിട്ട് തേർഡ് റൗണ്ട് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ബാൻഡ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലാണ് അടുത്ത റൗണ്ട് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് റൗണ്ടിൽ ബാൻഡ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണോ റൗണ്ട് ചെയ്യുക അതുപോലെ തന്നെ 1 1 2, അതായത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറഞ്ഞ പാറ്റേണിൽ നെക്സ്റ്റ് റൗണ്ട് ചെയ്ത് ഫിനിഷ് ആക്കുക. ഫോർത്ത് റൗണ്ടും അങ്ങനെ ഫിനിഷ് ചെയ്തു. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം യാൺ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ബാൻഡിനോട് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവറിൻ്റെ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ബ്രൗൺ കളർ യാൺ എടുത്ത് മാജിക് സർക്കിൾ ഇട്ട് 6 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് റൗണ്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ സ്റ്റിച്ചിനകത്തും 2 സിംഗിൾ ക്രോഷേ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. സെക്കൻഡ് റൗണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ടിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അതായത് 1 2 എന്ന് പറഞ്ഞ പാറ്റേണിൽ തേർഡ് റൗണ്ട് ചെയ്തെടുക്കാം. തേർഡ് റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച സെപ്പിൾസിൻ്റെ സൈസായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഒരു റൗണ്ട് കൂടി ചെയ്തെടുക്കുക. ഫോർത്ത് റൗണ്ടിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക, അതായത് 1 1 2 എന്ന് പറഞ്ഞ പാറ്റേണിൽ ഫോർത്ത് റൗണ്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സൈസ് കറക്റ്റായിട്ട് കിട്ടും.
അതിനുശേഷം പെറ്റൽസ് ചെയ്യാനായിട്ട് യെല്ലോ കളർ യാൺ എടുക്കാം. ഞാനിവിടെ കോട്ടൺ ആൻഡ് പോളിസ്റ്റർ മിക്സ് യാണാണ്. ഏത് യാണാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. 2 സർക്കിളും ഇതുപോലെ ചേർത്ത് വെച്ച് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിനകത്തുകൂടി കിടത്തി ഇതുപോലെ യെല്ലോ കളർ യാൺ അകത്തേക്ക് വലിച്ച് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ സ്റ്റിച്ചിനകത്തും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് ആ റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോളിസ്റ്റർ ഫൈബർ ഫില്ല് ചെയ്യാനുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അകത്ത് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ഇട്ട് ആ റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് പെറ്റൽസ് ചെയ്യാം. അതിനായി 2 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. ഒരു ട്രിപ്പിൾ ക്രോഷ്യ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ചെയ്യാം. രണ്ട് ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിടേണ്ടത് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പായിട്ടുള്ള 2 സ്പേസ് കണ്ടോ, 2 ലൂപ്പ് കണ്ടോ, ഈ 2 ലൂപ്പിനകത്തു കൂടിയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് പീക്കട്ട് എന്ന് പറയും. പീക്കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇതുപോലെ 2 ലൂപ്പിനകത്ത് കൂടി യാൺ വലിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ വലിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പീക്കട്ട് റെഡിയായി. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ പെറ്റൽസിൽ ഇതുപോലെ കൂർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പീക്കട്ട് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് ആ സെയിം സ്പേസിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പം ഒരു പെറ്റൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ റൗണ്ട് ഫുള്ള് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ട്രിപ്പിൾ ക്രോഷ്യ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ചെയ്യുക. അതിനുശേഷം 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഒരു പീക്കട്ട് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് സ്പേസിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. രണ്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ദെൻ ആ സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഞാൻ ഹുക്ക് വെച്ച് തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഫ്ലവർ ഹെയർ ടൈ റെഡി ആയിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.